ഹലോ ഗായ്സ്, അപ്പോൾ പ്രോൺസിൻ്റെ റെസിപ്പി പറയാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ചെമ്മീൻ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ടൊന്ന് പെരട്ടി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ നല്ലെണ്ണയാണ് ഇതിനെടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചിട്ട് ചെമ്മീൻ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് എൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അമ്മൂമ്മയുടെ റെസിപ്പിയാണ്. ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുന്നു. ചെമ്മീൻ ഫുള്ള് നമ്മൾ എടുത്തേക്കുന്നത് ഫുള്ള് വറുത്തെടുക്കണം. ഓരോ ഭാഗമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ലോണം വറുത്ത് വരണം. നല്ല ക്രിസ്പി ആവരുതും എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആവരുതും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ചെമ്മീൻ ഒരുമിച്ചാണ്, എല്ലാം രണ്ട് ഇതായിട്ടൊന്നുമല്ല, ഒരുമിച്ച് തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത്. സോ നല്ലോണം എല്ലാം കൂടി ഇട്ട് നല്ല വലിയ പാനാണല്ലോ. അപ്പം നമ്മളിതാ ചെമ്മീൻ വറുത്തെടുക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് വറുത്ത് നമ്മളിതാ കോരി മാറ്റി വെക്കുകയാണ്. എണ്ണ അധികം ഇല്ലാതെ തന്നെ അത് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. കണ്ട, ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. അത് നല്ല ഇച്ചിരി കട്ടി ഇച്ചിരി ഇത് അതാണ്. സോ പിന്നെ വരുന്നത് അടുത്തൊരു ചട്ടി എടുത്ത് വെക്കുക. വറുത്ത എണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക. വറുത്ത എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കണം. ഇപ്പം അത് കാരണം കടുക് കാണാൻ മേലാത്തതാണ് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉലുവ ഇടുന്നത്. അതേ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഇട്ട് കറിവേപ്പില ഇട്ട് എന്നുള്ള ഒച്ചയുണ്ട് ഗൈസ്, അത് കേൾപ്പിക്കാനുള്ള നിവർത്തിയില്ല. അങ്ങനെ കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഒരു പിടി വെളുത്തുള്ളിയാണ് ഇട്ടേക്കുന്നത്. അത് നല്ലോണം ഇളക്കി ഇത് മൂത്ത് വരണം. ഇളക്കി നല്ലോണം മൂത്ത് വന്നതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം ഇളക്കണം. നല്ല ഹൈ സ്പീഡിലാട്ടോ വെച്ചേക്കുന്നത്. നല്ലോണം മൂത്ത് വരണം. നല്ലോണം മൂത്ത് വരാനുള്ള ഒരു ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനത്തെ തിളച്ചൊരു ഗോൾഡൻ കളറാണ് ഈ വെളുത്തുള്ളിയെല്ലാം. ഇതെല്ലാം ഗോൾഡൻ കളറാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ പൊടി ചേർക്കുക, പിന്നെ ചെമ്മീൻ ഇടുക, ഇളക്കുക, വിനാഗിരി ഒഴിക്കുക. ഇതാണ് നമുക്കുള്ള പരിപാടി. സോ ഞാനത് പതിയെ കാണിച്ചു തരാം. സോ ആദ്യം ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാനായിരുന്നു വിചാരിച്ചത്. പിന്നെ ഞാനോർത്ത് അല്ലാതെ ഇടാണ്. സോ ഇത് എനിക്ക് ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അമ്മൂമ്മയ്ക്ക് വയ്യാത്തതാണ്. സോ നമ്മൾ അതിലിട്ട പൊടി എന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായം, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും പൊടികളിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചെമ്മീൻ ഇടുക. ചെമ്മീനിട്ട് ഇളക്കുക. അവസാനം കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പി. അടിപൊളിയാണ് ഗായ്സ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിച്ചതാണ്. രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ കുറച്ച് വിനാഗിരി ഇട്ട് കൊടുക്കാം. മോനെ സീൻ ഉഗ്രൻ. അപ്പോൾ അതാണ് നമ്മുടെ റെസിപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ്.